കോഴിപ്പാട്സ് പൊരിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാട്ടാ. അതായത് കോഴീൻ്റെ മാങ്ങ എന്ന് പറയും ഞങ്ങൾ, കാക്കാമൊക്കാന്ന് അങ്ങനെ എന്തോ ആണ് ശരിക്കുള്ള പേര് പറയുക. ഈ സാധനം ക്ലിയർ ചെയ്ത് കിട്ടിയിട്ട് അത് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക, പാകത്തിന് ഉപ്പ്. ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒറ്റ കോഴിമുട്ട ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, മുളക് പൊടി ചേർത്ത് കൊടുക്കുക, കുറച്ച് കാശ്മീരി ചില്ലിയും കുറച്ച് സാധാ എരിവുള്ള മുളകും. എന്നിട്ട് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കുക. കൃത്യം മുളകും കണക്കും ഞാൻ ചെയ്തട്ടാ. ഇത് ഗാർലിക് പൗഡറാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഒരല്പം വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് മിക്സാക്കിയിട്ട് 1 മണിക്കൂർ നേരം അവിടെ മാറ്റി വെക്കുക, നന്നായിട്ട് പിടിക്കട്ടെ. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിൽ നന്നായിട്ട് പൊരിച്ച് കോരിയെടുക്കുക. ഇത്ര പണിയുള്ള കേട്ടോ. വെരി സിമ്പിൾ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സാധനമാണ്. വെളിച്ചെണ്ണയിൽ ഇട്ടതിന് ശേഷം ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇളക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ മസാലയൊക്കെ വേറിട്ട് പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഈ സാധനം നല്ല ഫ്രൈ ആയി വന്ന് അവസാന ഘട്ടത്തിൽ പച്ചമുളകും കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് പൊരിച്ച് കോരിയിട്ട് മാറ്റി വെച്ചിട്ട് അതിങ്ങനെ കഴിക്കുക. ചോറിലേക്കും ചപ്പാത്തി പൊറോട്ട എല്ലാവർക്കും സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സെറ്റാക്കി നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റുള്ള സാധനം.